അത്യന്തം നാടകീയ സംഭവവികാസങ്ങളാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇത്തവണ ആരംഭിക്കുന്നത്. തുടർഭരണത്തിനായി CPM കളം നിറയുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി UDFിന്റെ ഒരു മാസ് എൻട്രി. ശബരിനാഥനെ മുൻനിർത്തി UDF ഇക്കുറി കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2020 തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ ഭരിക്കുമെന്നാണ് BJP അവകാശവാദം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ അന്ന് അദ്ദേഹത്തെ BJP മേയർ സ്വീകരിക്കുമെന്നൊക്കെ BJP നേതാക്കൾ മുദ്രാവാക്യമൊഴുക്കി. ശക്തമായി പൊരുതിയെങ്കിലും 2020 തിരഞ്ഞെടുപ്പിൽ CPM തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു. 100 സീറ്റിൽ LDF നേടിയത് 52 സീറ്റ്, NDAക്ക് ലഭിച്ചത് 35. എന്നാൽ UDFന് വെറും 10 സീറ്റിലേക്ക് ഒതുക്കാൻ BJPക്കും CPMും ഉൾപ്പെടെ LDFിനും ഒക്കെ കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് K മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വെല്ലുവിളികൾ ഉയർത്തി. കോർപ്പറേഷനിൽ പോർ LDFും UDFും തമ്മിലാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളാണ് മാധ്യമ വാർത്തകളിലും നിറയുന്നത്. ഇപ്പോഴിതാ നേമം സർവീസ് സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയുന്നു എന്ന സംശയം ഉണ്ടാകുന്നു. നേമം സർവീസ് സഹകരണ ബാങ്കിൽ 100 കോടി രൂപയിലേറെ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പരാതിയുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ED സംഘം ഇപ്പോഴും നേമം സർവീസ് സഹകരണ ബാങ്കിൽ റെയ്ഡ് തുടരുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനേക്കാൾ ഭീകരമാണ് തിരുവനന്തപുരത്തെ നേമം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തി നിൽക്കെ അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ മിന്നൽ റെയ്ഡ് CPMനെ പൂർണ്ണമായി വെട്ടിലാക്കിയിരിക്കുന്നു. നേമം പ്രദേശത്ത് ഏറെ നാളുകളായി നിക്ഷേപ കൂട്ടായ്മ വ്യാപക പ്രതിഷേധം നടത്തി വരികയായിരുന്നു. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന R പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലുമായി. 34.26 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് ലഭിക്കുവാനുണ്ട്. 15.56 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായ രേഖകളുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10.73 കോടി രൂപ. ഇതിൽ 4.83 കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ. മുൻ സെക്രട്ടറിമാരായിരുന്ന S ബാലചന്ദ്രൻ നായർ 20.76 കോടി രൂപയുടെയും AR രാജേന്ദ്രകുമാർ 31.63 കോടി രൂപയുടെയും SS സന്ധ്യ 10.41 കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും വരുത്തിവെച്ച നഷ്ടങ്ങളുടെ കണക്ക് പുറത്തു വന്നിരുന്നു. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നേമം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പല ഭരണസമിതി അംഗങ്ങളും 3 കോടിയിലേറെ രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയിരുന്നു. നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പകൾ നൽകുകയും ചെയ്തു. നേമം സർവീസ് സഹകരണ ബാങ്കിന്റെ തകർച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ LDFിനും വലിയ പണിയാകുമെന്നുറപ്പ്. ബാങ്കിലെ സ്ഥിരം ഇടപാടുകാരായ പലരും അക്കൗണ്ട് വഴി സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന, വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി ക്രിമിനൽ കേസ് എടുക്കണമെന്ന് നേരത്തെ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. KSE വരെ കബളിപ്പിച്ചതായി റിപ്പോർട്ടിലുണ്ട്. ഔദ്യോഗിക കണക്കുകളുടെ സംഖ്യ പുറത്തുവന്നെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിൽ ഇരട്ടിയിലേറെ ആകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ക്രമക്കേട് നടത്തിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾക്ക് സാമ്പത്തികം തിരികെ കിട്ടുന്നതിന് ഇടപെടണമെന്ന പണം നിക്ഷേപിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അടക്കം CPMന് വലിയ വിപത്തുണ്ടാകുമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. പാർട്ടിയുടെ വലിയ നിര നേതാക്കളാണ് തട്ടിപ്പിൽ പങ്കാളികളായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കവേ അപ്രതീക്ഷിതമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നേമം സർവീസ് സഹകരണ ബാങ്കിൽ എത്തിയതോടെ CPMന് അങ്കലാപ്പ് ഉണ്ടാവുകയാണ്. വരും ദിവസങ്ങളിൽ നേമം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകളുടെ കഥകൾ ഇനി പുറത്തേക്ക് വരും. EDയുടെ അപ്രതീക്ഷിതമായ റെയ്ഡ് മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾ നേമം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP ഒരുക്കുന്ന കുതന്ത്രത്തിന്റെ ഭാഗമാണിത് എന്ന പ്രതിരോധം സൃഷ്ടിക്കാൻ CPM അണിയറയിൽ ചരടുവലികൾ തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കളത്തിലിറങ്ങിയിരുന്നു. 75ഓളം സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. LDF തങ്ങളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. 75 സീറ്റിൽ CPMും 17 സീറ്റിൽ CPIയും മത്സരിക്കും. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 17 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 79 കോൺഗ്രസ് ഉയർത്തി. മുന്നണികൾക്കിടയിലും ചില അസ്വാരസ്യങ്ങൾ തലപൊക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തർക്കം ഇപ്പോൾ രൂക്ഷമാണ്. നേമം ഇടപാടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ
നേമം നിയോജകമണ്ഡല കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവെച്ചു. KPCC ജനറൽ സെക്രട്ടറിയാണ് മണക്കാട് സുരേഷ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും തന്റെ രാജിക്കത്ത് കൈമാറി നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷാജിറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാദേശിക വികാരം മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെന്ന് മണക്കാട് സുരേഷ് ആരോപിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള K മുരളീധരന്റെ താൽപര്യമാണ് നടപ്പിലാക്കുന്നതെന്ന് മണക്കാട് സുരേഷ് തലസ്ഥാനത്ത് പറയുന്നു. ഹൈ വോൾട്ടേജ് പ്രചാരണവുമായി തങ്ങളെത്തുമെന്ന് BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് നേമം സർവീസ് സഹകരണ ബാങ്കിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സിറ്റിംഗ് കൗൺസിലർമാരുടെ ഭൂരിപക്ഷം പേരും ഷാജിറിനെയാണ് അനുകൂലിക്കുന്നത്. ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കഴിയുമോ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ UDF തങ്ങളുടെ വോട്ട് ശതമാനം ഉയർത്തിയാൽ BJPക്ക് നേട്ടമാകുമെന്ന് കരുതുന്നവരുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയിക്കാമെന്ന് സ്വപ്നമായിരുന്നു 2020 BJPക്ക്. എന്നാൽ ഭരണം LDF നിലനിർത്തിയപ്പോൾ BJP കേന്ദ്രങ്ങളിൽ അന്ന് വലിയ നിരാശ പ്രകടമായി. ശക്തമായ മത്സരമാണ് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കാഴ്ചവെച്ചത്. അന്ന് ഇടതുപക്ഷത്തിന്റെ ശക്തനായ സാരഥി ശ്രീകുമാറിനെ കരിക്കം വാർഡിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു. മേയറാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പുഷ്പലത നെടുങ്കാട് വാർഡിലും പരാജയപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നായിരുന്നു 2020 കണക്കുകൂട്ടിയത്. എന്നാൽ തുടക്കം മുതൽ LDFും BJP സഖ്യവും തമ്മിലായിരുന്നു മത്സരം. കോൺഗ്രസോ UDFോ ഒരു ഘട്ടത്തിൽ പോലും ചെറിയ വെല്ലുവിളി പോലും ഉയർത്തിയില്ല. വോട്ടെടുപ്പ് ആരംഭിച്ച 2-ാം മണിക്കൂറിൽ BJP ഒരു സീറ്റ് ലീഡ് നേടി. ഞെട്ടിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വീകരിക്കാൻ BJP മേയർ എന്നതായിരുന്നു അന്ന് NDA മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. സർക്കാരിനെതിരായ പ്രചാരണവും കോർപ്പറേഷനിലെ ഇടതുപക്ഷ ദുർഭരണവും ഒക്കെ BJP പ്രചാരണായുധമാക്കി. എന്നാൽ ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും സ്വീകരിക്കാൻ തിരുവനന്തപുരം നിവാസികൾ തയ്യാറായ കാഴ്ച 2020 തിരഞ്ഞെടുപ്പിൽ കണ്ടു. കോർപ്പറേഷൻ പിടിക്കുമെന്ന വലിയ പ്രചാരണം അന്ന് BJPക്ക് തിരിച്ചടിയായി. ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ള വോട്ട് ഒന്നടങ്കം ഇടതുപക്ഷ പെട്ടികളിലെത്തി. ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന UDF പ്രതീക്ഷകൾ അന്ന് ഫലവത്തായില്ല. BJPയും LDFും തമ്മിലുള്ള പോരാട്ടത്തിൽ LDFിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇക്കുറി BJP വലിയ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളല്ല ശ്രമിക്കുന്നത്. താഴെത്തട്ടിൽ വളരെ ശക്തമായ പ്രചരണങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് വിവാദം ഉൾപ്പെടെ നിരവധി തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ആളിക്കത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു 2020. അതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം കൊയ്ത അതേ കാലഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF വിജയിക്കുന്നു. BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഇക്കുറി ഭരണം പിടിക്കുമെന്ന് ഉറച്ചു തന്നെയാണ് BJP മുന്നോട്ട് കുതിക്കുന്നത്. കണ്ടറിയാം ഇത്തവണ കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത്.